എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നേസൽ ബ്രീത്തിങ് വിത്ത് ഐഡിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാക്സില എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അപ്പർ ജോ മാക്സില. ഈ മാക്സിലയുടെ നമ്മുടെ വായുടെ മുകൾ ഭാഗത്തുള്ള ഈ ബോണിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ അടിഭാഗമാണ്. വൺ പീസ് ഓഫ് ബോൺ വിച്ച് സെപ്പറേറ്റ്സ് ഓറൽ ക്യാവിറ്റിയും നേസൽ ക്യാവിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സെയിം ബോണാണ്. അപ്പോൾ ഈ മാക്സില തീരെ കൺസ്ട്രക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ നേസൽ ഏരിയ കൂടുതൽ കൺസ്ട്രക്റ്റഡ് ആവും. അപ്പോൾ നേസൽ ഫ്ലോർ തീരെ ചുരുങ്ങിയിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ മാക്സിലയുടെ ഈ പലറ്റൻ ബോണിൽ ഇവിടെ ഒരു സ്ക്രൂ MSC മാക്സിലറി സ്കെലിറ്റൽ എക്സ്പാൻഡ് എന്ന സ്ക്രൂ വെച്ച് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതർ സൈഡ് ഈ ബോണിൻ്റെ മറുവശം എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ നേസൽ ഫ്ലോർ കൂടുതൽ വൈഡൻ ചെയ്യുകയും നേസൽ വോളിയം കൂട്ടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നേസൽ വോളിയം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവം, നമുക്ക് മൂക്കിൽ കൂടെ ബ്രീത്തിങ് ഭയങ്കര ഈസിയാവും. അങ്ങനെ ആ നേസൽ ബ്രീത്തിങ് വന്നാൽ ബ്രീത്തിങ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റുകയും നേരത്തെ പറഞ്ഞ പല സിംറ്റംസിനും ഗണ്യമായി കുറവ് വരുത്താൻ സാധിക്കുകയും ചെയ്യും. ഇനി ഇങ്ങനെ കറക്റ്റ് ചെയ്ത കുറച്ച് കേസുകൾ നമുക്ക് കാണാം. ഫസ്റ്റ് പേഷ്യൻറ്റ്, ഇത് 30 വയസ്സുള്ളൊരു പേഷ്യൻറ്റ്, ട്രിവാൻഡ്രത്തുനിന്നാണ് വന്നത്. ഇവർ വന്നപ്പോൾ അവരുടെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മൈഗ്രെയിൻ ഹെഡേക്ക്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, സ്ലീപ്പ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, അതുപോലെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണം, ബ്രെയിൻ ഫോഗ് എന്നിവയായിരുന്നു ഇവിടെ ചീഫ് കംപ്ലയിൻറ്റുകൾ. പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്തപ്പോൾ പേഷ്യൻറ്റിൻ്റെ അപ്പർ ജോയും ലോവർ ജോയും തീരെ കൺസ്ട്രക്റ്റഡ് ആയി ചുരുങ്ങിയിരിക്കുന്നതായി കണ്ടു. ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററി എടുത്തപ്പോൾ പേഷ്യന്റിന് ഇൻസോമിനിയ, ഉറക്കം വരാൻ താമസം, ഫ്രീക്വന്റ് അലർജീസ്, ഉറക്കത്തിൽ കൂർക്കം വലി, മൂക്ക് എപ്പോഴും അടഞ്ഞിരിക്കുന്ന അവസ്ഥ, അതുപോലെ പേഷ്യന്റിന് അഡൽട്ട് ADHD സിംറ്റംസ് ലൈക്ക് പ്രൊക്രാസ്റ്റിനേഷൻ, മറവി, ഡിഫിക്കൽട്ടി ഇൻ ഫോക്കസിംഗ്, ദേഷ്യം കൂടുതൽ എന്നിവ ഉണ്ടായിരുന്നു. ഇത്രയും സിംറ്റംസ് ഉള്ളതുകൊണ്ട് ഒരു CBCT സ്കാൻ സജസ്റ്റ് ചെയ്തു. ആ CBCT സ്കാനിൽ പേഷ്യന്റിന്റെ എയർവേ വോളിയവും മിനിമൽ ഏരിയയും തീരെ കുറവായി കാണപ്പെട്ടു. അതുപോലെ പേഷ്യന്റിന്റെ റൈറ്റ് സൈഡ് നേസൽ കനാൽ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആയും അപ്പർ ജോ മാക്സിലയുടെ വിഡ്ത്ത് തീരെ കുറവായും കാണപ്പെട്ടു. ഈ കേസിൽ ഞങ്ങളുടെ ഡയഗ്നോസിസ് അപ്പർ എയർവേ റെസിസ്റ്റൻസ് സിൻഡ്രോം അല്ലെങ്കിൽ URS എന്നതായിരുന്നു. ഇനി ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് വന്നു കഴിയുമ്പോൾ മാക്സിലറി സ്കെലിറ്റൽ എക്സ്പാൻഡർ MSC എന്ന അപ്ലയൻസ് ഉപയോഗിച്ച് അപ്പർ ജോ മാക്സില എക്സ്പാൻഡ് ചെയ്ത് നേസൽ വോളിയം കൂട്ടുക എന്നതായിരുന്നു. എന്നിവ 2 മാസത്തെ MSC ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ പേഷ്യന്റിന്റെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് പൂർണ്ണമായും മാറുകയും അതോടെ പേഷ്യന്റിന് ഒരു ഡീപ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച സിംറ്റംസിൽ കാര്യമായ കുറവ് അനുഭവപ്പെടുകയും ചെയ്തു.